Hi, hello dears. Welcome back to Race Education. മക്കളെ സാഞ്ചസ് മിസ് ആണ്. നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ക്ലാസ് 11ലൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ കുട്ടികൾക്ക് ടഫായിട്ട് തോന്നുന്ന കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പാർട്ട് 1, പാർട്ട് 2 വീഡിയോസ് ആയിട്ട് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻസ് കണ്ട് പഠിച്ചിട്ട് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് പോർഷനിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പാർട്ട് 3 ആണ്. അതായത് ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ച് തീർക്കും. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്തൊക്കെയായിരുന്നു? നമ്മൾ ഓൾറെഡി സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തത്, അതേപോലെ ഇവരെങ്ങനെയാണ് ആറ്റത്തിൽ അറേഞ്ച് ചെയ്തത്, അതാണ് നമ്മുടെ ആറ്റോമിക് മോഡൽസും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ കുറച്ച് ആറ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്ന രീതി എന്നൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ പഠിക്കുന്നതിന് മുന്നേ സപ്പോസ് നമ്മൾ എക്സ് എന്നൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ എക്സ് എന്നൊരു എലമെൻ്റ് ആണുള്ളത്. ആ എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പറിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് Z വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. Z എന്ന് പറഞ്ഞാൽ ആരാണ്? ആറ്റോമിക് നമ്പറാണ്. അതേപോലെ ആ എലമെൻറ്റിൻ്റെ സിമ്പിൾ എഴുതിയിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേലെയായിട്ടാണ് നമ്മൾ എ എന്ന് പറയുന്ന മാസ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ പല കുട്ടികൾ എന്ത് ചെയ്യും, പെട്ടെന്ന് എ ഫോർ ആറ്റോമിക് നമ്പർ എന്ന് ചിന്തിക്കും. പക്ഷേ എ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ അല്ല, മാസ് നമ്പർ ആണ്. അടുത്തത് Z എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റോമിക് നമ്പർ ആണ്. ഇനി എന്തായിരുന്നു എക്സ്? സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ എക്സ് എന്തായിരുന്നു? എക്സ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റിൻ്റെ സിമ്പിളാണ്. ഇങ്ങനെയാണ് നമ്മളൊരു എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ എലമെൻറ്റിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ആറ്റോമിക് നമ്പർ ആരാണ്? മാസ് നമ്പർ ആരാണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആറ്റോമിക് നമ്പർ? നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആറ്റത്തിൽ നമുക്കറിയാം, ആറ്റത്തിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്താണ്? ആ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ആൻഡ് സംടൈംസ് നമുക്ക് എന്തും എടുക്കാം, ഇലക്ട്രോൺസിൻ്റെ എണ്ണവും എടുക്കാം. പക്ഷെ ചില കേസസിൽ നമ്മൾ ഇലക്ട്രോണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഒക്കെ ചെയ്യും. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിൻ്റെ എണ്ണമൊക്കെ ചേഞ്ച് വരില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ഒരു റിസ്ക് നമ്മൾ എടുക്കേണ്ട. നമുക്ക് എപ്പോഴും പ്രോട്ടോണിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സപ്പോസ് ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനിൽ ഒരു പ്രോട്ടോൺ ആണ്. ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോണിലുള്ളത് എത്ര പ്രോട്ടോൺ ആണ്? 5 പ്രോട്ടോൺ ആണ്. നമ്മളിപ്പോൾ സോഡിയം എടുക്കുകയാണ്. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ സോഡിയത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 11 പ്രോട്ടോൺ ആണ്. അപ്പോൾ എന്താണ് ആറ്റോമിക് നമ്പർ എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് മാസ് നമ്പർ? മാസ് നമ്പർ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? എ വെച്ചാണ്. എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേലെയായിട്ടാണ് മാസ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മാസ് നമ്പറിനെ എ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെ ഉണ്ടാകും? ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാകുക. ഈ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സം എടുത്തു കഴിഞ്ഞാൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ എത്ര ന്യൂട്രോൺ ഉണ്ടോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മാസ് നമ്പർ കിട്ടി. ഓക്കെ, മാസ് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ നമുക്കറിയാം. അതായത് മാസ് നമ്പർ എ ഇസ് ഈക്വൽ ടു പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് അറിയാമെങ്കിൽ, അതായത് മാസ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, പ്രോട്ടോണിൻ്റെ എണ്ണവും അറിയാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക? മാസ് നമ്പർ മൈനസ് പ്രോട്ടോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ന്യൂട്രോണിൻ്റെ എണ്ണവും കിട്ടി. അപ്പോൾ മാസ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സപ്പോസ് കാർബൺ നമ്മൾ എടുക്കുകയാണ്. കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. ഓക്കെ, കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. കൂടാതെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു കാർബണിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്.
അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മാസ് നമ്പർ? മാസ് നമ്പർ എ ഇസ് ഈക്വൽ ടു, മാസ് നമ്പർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രോട്ടോൺ ഉണ്ട് പ്ലസ് എത്ര ന്യൂട്രോൺ ഉണ്ട്. ഇവിടെ എത്രയാ പ്രോട്ടോൺ ഉള്ളത്? ആറ്റോമിക് നമ്പർ 6 അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും പ്രോട്ടോൺ ഉണ്ടാവുക? 6 ആണ്. ഓക്കെ, എത്ര ന്യൂട്രോൺ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ 12 ആണ് മാസ് എന്ന് പറയുന്നത്. 12 ആണ് മാസ്. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്നത് ക്ലോറിൻ 17 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ 35 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നത് എന്ന് നമുക്ക് ആദ്യം എഴുതാം. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 17 ആണ്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്, അതും 17 ആണ്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെയും പറയാം, അപ്പോൾ അതും 17 ആണ്. ആൻഡ് ഈ 35 എന്തായിരുന്നു? മാസ് നമ്പർ അല്ലേ? അപ്പോൾ മാസ് നമ്പർ എ ഇസ് ഈക്വൽ ടു 35 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ പഠിച്ചല്ലോ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? യെസ്, മാസ് നമ്പർ 35 മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺ 17 ഇസ് ഈക്വൽ ടു നമുക്ക് 18 എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ മിസ് ഒരു കാര്യം പറയട്ടെ, ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾസും അതേപോലെ തന്നെ ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വെറും എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാതെ വളരെ തറവായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ റേസിൻ്റെ 360 ഡിഗ്രി ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നത് നിങ്ങൾ വെറുതെ ഒരു ട്യൂഷന് വേണ്ടിയിട്ടല്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് മനസ്സിലാക്കി അതേപോലെ കുറച്ചുകൂടെ ഹൈ ലെവലിൽ നിങ്ങൾ പഠിച്ചെടുക്കുകയാണ്. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ സ്ട്രക്ചർ ഓഫ് ആറ്റം പോലും നമുക്ക് ക്ലാസ് ലെവലിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ വെറുതെ ജസ്റ്റ് 9th എക്സാമിന് വേണ്ടിയിട്ട് മാത്രം പഠിച്ചു വെക്കാതെ നമുക്ക് ക്ലാസ് ലെവലിലേക്കും ആവശ്യമാവുന്ന തരത്തിൽ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എക്സാം പാറ്റേൺ, എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കെമിസ്ട്രി മാത്രമല്ല, നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയുടെ ക്ലാസ്സസും അതേപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സസ്, AI ആൻഡ് ഫ്യൂച്ചർ ടെക്നോളജി ബേസിക്സിനെ പറ്റിയിട്ടും ഓൺടർപ്രണർഷിപ്പ് സ്കിൽസിനെ പറ്റിയിട്ടും സിവിൽ സർവീസ് ഫൗണ്ടേഷൻ, സ്കൂൾ ട്യൂഷൻ ആൻഡ് നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ഓവറോൾ 360 ഡിഗ്രി ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കരിയർ തീരുമാനിക്കുന്നത് 9th അല്ല 10th അല്ല, ക്ലാസ് 11, 12 കോണ്ടൻ്റ് ആണ് അല്ലേ? ക്ലാസ് 11 കോണ്ടൻറ്റ് നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കുന്നു, ആ കോണ്ടൻറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസും എഴുതാൻ പോകുന്നത്, അതിനനുസരിച്ചാണ്. അപ്പോൾ സ്കൂൾ എക്സാംസിന് എഴുതുന്ന പോലെ പാരഗ്രാഫിനനുസരിച്ച് ആൻസർ എഴുതാനല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ലെവൽ നിങ്ങളെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഒരു ഓവറോൾ എല്ലാ സബ്ജക്റ്റിലും കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് ക്ലാസ്സൊക്കെ കണ്ട് നോക്കാം. ക്ലാസ്സൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. യെസ്, 8500 മാത്രമേ ഫീസായിട്ട് വരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് കരുതി ടെൻഷൻ എടുക്കേണ്ട. നിങ്ങൾ ആദ്യം ഒന്ന് ക്ലാസ്സൊക്കെ കണ്ട് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്കിതാ അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ആറ്റം. അതായത് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ നീൽസ് ബോറിൻ്റെ മോഡൽ അനുസരിച്ച്, അറ്റോമിക് മോഡൽ അനുസരിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സർക്കുലർ പാത്തായിട്ടുള്ള ഓർബിറ്റിലാണ് ആരുള്ളത്? ഇലക്ട്രോൺസ് ഉള്ളത്. ഈ ഓർബിറ്റിനെ നമ്മുടെ നീൽസ് ബോർ ഷെൽസ് എന്ന് വിളിച്ചിരുന്നു. ഏതൊക്കെ ഷെൽസ് ആയിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചവർ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ, ഒന്ന് കമൻറ്റ് ചെയ്തേ ഏതൊക്കെ ഷെൽസ് ആയിരുന്നു എന്നുള്ളത്. യെസ്, അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഷെൽസിൽ അറേഞ്ച് ചെയ്തത്? അപ്പോൾ ഓരോ ഷെൽസിനും നമുക്ക് തോന്നിയതുപോലെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഓരോ ഷെൽസിലും ഇത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാം എന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു റൂളാണ് 2n². എന്താണ് ഈ 2n²? അതായത് ഓരോ ഷെൽസിലും 2n² ഇലക്ട്രോൺസിനെയാണ് ഫില്ല് ചെയ്യാൻ പറ്റുക. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഷെല്ല് K ഷെല്ല് എടുക്കുന്നു. ആ K ഷെല്ലിൽ എത്ര ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാൻ പറ്റും? അതായത് അവിടെയാണ് നമ്മൾ 2n² യൂസ് ചെയ്യുന്നത്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എത്രാമത്തെ ഷെല്ലാണ്, ഷെൽ നമ്പറാണ് n വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ n is equal to
1 ആകുന്ന സമയത്ത് അതല്ലേ കെ ഷെല്ല്. അപ്പോൾ 2 ഇൻറ്റു n 1 ആണെങ്കിൽ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. അപ്പോഴോ നമ്മുടെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാം. അടുത്തത് ഞാൻ എൽ ഷെല്ല് എടുത്തു. എൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പോൾ n ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ 2 ഇൻറ്റു എന്നിന് പകരം 2 കൊടുത്തു. 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 കിട്ടി. അപ്പോൾ എല്ലിൽ എനിക്ക് 8 ഇലക്ട്രോൺസ് വരെ ഫില്ല് ചെയ്യാം. ഓക്കെ, അടുത്തത് ഞാൻ എന്താ എടുക്കുന്നത്? എം ആണ് എടുക്കുന്നത്. എം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തതാണ്. അപ്പോൾ 2 ഇൻറ്റു 3 സ്ക്വയർ is equal to നമുക്ക് 18 കിട്ടി. അപ്പോൾ എം ഷെല്ലിൽ എനിക്ക് 18 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം. അടുത്തത് ഞാൻ n എടുത്തു. n എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നാലാമത്തതാണ്. 2 ഇൻറ്റു 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 32 കിട്ടും. അതായത് എന്നിൽ നമുക്ക് മാക്സിമം 32 ഇലക്ട്രോൺസ് വരെ ഫില്ല് ചെയ്യാം. ഇത് നിർബന്ധമായിട്ട് അറിയണം. കെ ഷെല്ലിൽ മാക്സിമം 2 എണ്ണമാണ് ഫില്ല് ചെയ്യാൻ പറ്റുക. 2 കഴിഞ്ഞ് മൂന്നാമത്തത് ഫില്ല് ചെയ്യരുത്. മൂന്നാമത്തത് നമ്മൾ എവിടെ ഫില്ല് ചെയ്യണം? യെസ്, എല്ലിലാണ് ഫില്ല് ചെയ്യേണ്ടത്. എല്ലിൽ മാക്സിമം 8 എണ്ണം ഫില്ല് ചെയ്യാം. എമ്മിൽ നമുക്ക് മാക്സിമം 18 ഫില്ല് ചെയ്യാം. എന്നിൽ നമുക്ക് 32 ഫില്ല് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഷെൽസിൻ്റെ അല്ലെങ്കിൽ ഓർബിറ്റ്സിൻ്റെ എനർജി കൂടി വരുന്ന രീതിയിൽ വേണം നമ്മൾ ഫില്ല് ചെയ്യാം. കെ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ എൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. എൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എം ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കെ എൽ എം എൻ എന്ന് പറയുമ്പോൾ എനർജി ഇങ്ങനെ കൂടി വരികയാണ്. അതായത് കെ എൽ എം എൻ എന്ന് പറയുമ്പോൾ എനർജി ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും എൻഡിൽ ഏതാണോ ഏറ്റവും അവസാനം വരുന്ന ഷെല്ല്, ആ ഷെല്ലിൽ 8ൽ കൂടുതൽ വരാൻ പാടില്ല. ഇപ്പോൾ എം വരികയാണെങ്കിൽ എമ്മിൽ നമുക്കറിയാം മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുക 18 ആണ്. പക്ഷേ എം ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നെങ്കിൽ എമ്മിൽ 8 എണ്ണം മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഫില്ല് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് മിസ് ഒരു ബ്ലാങ്ക് പേജ് എടുക്കട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്? സപ്പോസ് ഹൈഡ്രജൻ ആണ് ഞാൻ എടുത്തതെങ്കിൽ ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ മാത്രമാണ്, ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ നമുക്കറിയാം കെ ഷെല്ലിൽ 1 ഫില്ല് ചെയ്യും അല്ലേ? ഇനിയിപ്പോൾ ഞാൻ എടുത്തത് ബോറോൺ ആണെങ്കിൽ ബോറോണിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യും. ബാക്കി എത്രയാ? 5ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി 3 എണ്ണം ഉണ്ട്. എല്ലിൽ ഞാൻ ആ 3 എണ്ണത്തിനെ ഫില്ല് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 3 ആണ്. ഓക്കെ, ഞാൻ എടുത്ത് സോഡിയം എടുക്കുന്നു. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ 2 2 ഫില്ല് ചെയ്തു. അടുത്തതിൽ എത്ര ഫില്ല് ചെയ്യാം? 8 എണ്ണം മാക്സിമം ഫില്ല് ചെയ്യാം. ഇനി ഒന്നുകൂടെ ബാക്കിയുണ്ട്, 1 ഫില്ല് ചെയ്തു. അപ്പോൾ 2 8 1 ഇതാണ് കോൺഫിഗറേഷൻ വരുന്നത്. ഇനി വേറെ എടുക്കുകയാണെങ്കിൽ ക്ലോറിൻ എടുത്തു. ക്ലോറിനാണെങ്കിൽ 17 ആണ്. 17 ആകുന്ന സമയത്ത് 2 8 10 ഫില്ല് ചെയ്തു. ഇനി എത്ര ഉണ്ട്? ബാക്കി 7 എണ്ണം കൂടെ ഉണ്ട്. 7 ഫില്ല് ചെയ്തു. അപ്പോൾ കെ എൽ എമ്മിലാണ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻ 2 8 7 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻസ് എഴുതുക. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് അലൂമിനിയം 13, ഓക്കെ, അലൂമിനിയം 13ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. മിസ് ചെക്ക് ചെയ്യും ആരൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്തു എന്നുള്ളത്. അലൂമിനിയം മാത്രമല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. അത് മറ്റാരുമല്ല, ആർഗൺ ആണ്. ഓക്കെ, ആർഗൺ ആറ്റോമിക് നമ്പർ 18. ഇത് രണ്ടും എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഓർബിറ്റ്സിൽ ഇലക്ട്രോൺ ഉള്ളത്, അത് നമുക്കൊന്ന് വരയ്ക്കണ്ടേ? ഡയഗ്രമാറ്റിക്കലി നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ ബോറോണിനെ നോക്കാം. ബോറോണിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാകുമല്ലോ. ന്യൂക്ലിയസ് ഉണ്ട്. ബോറോണിന് ചുറ്റുമായിട്ട് ആരുണ്ടാകും? ബോറോണിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഷെൽസ് ഉണ്ടാകും. ഒന്നാമത്തെ ഷെല്ലുണ്ട്, പിന്നെ രണ്ടാമത്തെ ഷെല്ലുണ്ട്. ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയായിരുന്നു? 5 ആയിരുന്നു. ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ ഷെല്ലിൽ നമ്മൾ 2 എണ്ണം ഫില്ല് ചെയ്തു. അടുത്ത ഷെല്ലിൽ 3 എണ്ണം ഫില്ല് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതല്ലേടാ കെ ഷെൽ, ഇതല്ലേടാ എൽ ഷെൽ. അപ്പോൾ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, എൽ ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. ഇനി ബാക്കി 3 ഇലക്ട്രോണിനെ നമ്മൾ എവിടെ ഫില്ല് ചെയ്തു? എല്ലിലും ഫില്ല് ചെയ്തു. ഓക്കെ, റെഡി അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ, കുറച്ചുകൂടെ ഒരു 3 ഷെല്ലിൽ വരുന്ന കെ എൽ എം 3 ഷെല്ലിൽ വരുന്ന നമുക്ക്
മെഗ്നീഷ്യം എടുക്കാം. മെഗ്നീഷ്യം ആറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2 എണ്ണം, അടുത്ത ഷെല്ലിൽ 8. ഇനി ബാക്കി എത്രയുണ്ട്? 2 + 8 10 ആയി. 2 എണ്ണം കൂടെ ബാക്കിയുണ്ട്. ആ 2 എണ്ണത്തെ കൂടെ നമ്മൾ ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിത് വരയ്ക്കണം. വരയ്ക്കുന്ന സമയത്ത് ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കുക. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. പ്രോട്ടോണും നമുക്കറിയാം, മെഗ്നീഷ്യത്തിൻ്റെ കേസിലാണെങ്കിൽ 12 ആണ്. പക്ഷെ ന്യൂട്രോൺ നമുക്കറിയില്ല, മാസ് നമ്പർ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഷെല്ല് വരയ്ക്കാം. ഒന്നാമത്തെ ഷെൽ അല്ലേ? ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് ഉള്ളത്? 1 2 2 ഇലക്ട്രോൺ. ഇനി അടുത്ത് എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? എത്ര ഇലക്ട്രോൺ ആണ്? 8 ഇലക്ട്രോൺ. 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ഉണ്ട്. അടുത്തത് ഞാനിതാ അടുത്ത ഷെല്ല് വരയ്ക്കുന്നു. മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? മൂന്നാമത്തെ ഷെല്ലിൽ മൂന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. ആ 2 ഇലക്ട്രോണിന് നമുക്ക് വരയ്ക്കാം 1 2 2 ഇലക്ട്രോൺ. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? എങ്ങനെയാണ് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാന്ന് കണ്ടല്ലോ. ഇവിടെ ഇതാ വേറെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ബോറോണും ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഹൈഡ്രജനും ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എങ്ങനെയാണ് ഓർബിറ്റ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത് പഠിച്ചിരിക്കണം. വേറൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പ്രോട്ടോൺസ് എത്രയാണ്? 18 ആണ്. ന്യൂട്രോൺസിൻ്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 22 ആണ്. പ്രോട്ടോൺ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പർ 18 ആയിട്ടുള്ളത് മറ്റാരുമല്ല, ആർഗൺ ആണ്. ഇനി ഇലക്ട്രോൺസിനെ നമുക്കറിയാലോ. ഇലക്ട്രോൺസ് എത്രയാണ്? പ്രോട്ടോൺ എത്രയാണോ അത്രയും ഇലക്ട്രോൺ ഉണ്ടാകും. അപ്പോൾ 18 ആണ്. ആൻഡ് ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 + 22 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മാസ് നമ്പർ കിട്ടി. 18 + 22 എന്ന് പറയുന്ന സമയത്ത് 40 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർബിറ്റ് ഡയഗ്രാം നമുക്ക് വരയ്ക്കുന്ന സമയത്ത് എല്ലാവിധ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ആണ്. എന്താണ് ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ? നമുക്ക് നോക്കാം. ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ആദ്യം എക്സാമ്പിൾ കാണിച്ചു തരാം. ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. അതായത് ആറ്റോമിക് നമ്പർ സെയിം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആറ്റോമിക് നമ്പർ 1 ആണ്. പക്ഷേ ഹൈഡ്രജൻ തന്നെ, ആറ്റോമിക് നമ്പർ 1 ഉള്ള ഹൈഡ്രജൻ തന്നെ ഡിഫറെൻറ്റ് മാസ് നമ്പർ. സെയിം ആറ്റോമിക് നമ്പർ ആണ്, ഡിഫറെൻറ്റ് മാസ് നമ്പർ ആണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ഈ 3 ആൾക്കാർ സെയിം ആറ്റോമിക് നമ്പർ ആണ്, പക്ഷേ ഡിഫറെൻറ്റ് മാസ് നമ്പർ ആണ്. സെയിം ആറ്റോമിക് നമ്പർ, ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഇതാണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എവിടെയാണ് വ്യത്യാസം വരുന്നത്? ന്യൂട്രോണിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്. ആറ്റോമിക് നമ്പർ സെയിം എന്ന് പറയുമ്പോൾ പ്രോട്ടോൺ മാറോ? ഇല്ല. പക്ഷേ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ ആര് ചേഞ്ച് ചെയ്യും? ന്യൂട്രോൺ മാറും. അപ്പോൾ ന്യൂട്രോൺ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് നമ്പർ മാറുന്നതിനനുസരിച്ച് ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പ് ഉണ്ട്. അതായത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇങ്ങനെ 3 ഐസോടോപ്പാണ് ഹൈഡ്രജൻ ഉള്ളത്. അപ്പോൾ ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ആറ്റത്തിന് ഡിഫറെൻറ്റ് മാസ് നമ്പർ ഉണ്ടാകുന്നു. ഒരു എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ആറ്റത്തിന് ഡിഫറെൻറ്റ് മാസ് നമ്പർ ഉണ്ടാകുന്നു. അതായത് മാസ് നമ്പർ ഡിഫറെൻറ്റും ആറ്റോമിക് നമ്പർ സെയിമും ആയാൽ അതാരാണ്? ഐസോടോപ്പാണ്. ആരാണ്? ഐസോടോപ്പാണ്. ക്ലിയർ ആണല്ലോ? അതേപോലെ കാർബണിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐസോടോപ്പുകളുണ്ട്. കാർബണിൻ്റെ ഡിഫറെൻ്റ് ഐസോടോപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. 6 പ്രോട്ടോൺ ആണ് എല്ലാത്തിലും അല്ലേ? ഇനി ഇലക്ട്രോണും എത്രയായിരിക്കും? 6 എണ്ണമായിരിക്കും ഉണ്ടാകുക. അടുത്ത ന്യൂട്രോൺ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇവിടെ 6 ന്യൂട്രോൺ ആണെങ്കിൽ ഇവിടെ 7 ന്യൂട്രോൺ ആണ്. ഇവിടെ എത്രയാണ്? 8 ന്യൂട്രോൺ ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കാർബൺ ആറ്റോമിക് നമ്പർ 6 ആണ് അല്ലേ? അത് നമുക്ക് ഒരു ഡൗട്ടുമില്ല, ബിക്കോസ് ആറ്റോമിക് നമ്പർ മാറുന്നില്ല. പക്ഷേ മാസ് നമ്പർ ഒന്ന് നോക്കിക്കേ. ഇവിടെ 6 + 6 എത്രയാണ് വരിക? 12 ആണ്. ഇവിടെ 6 + 6 12 വരുന്നുണ്ട് അല്ലേ? 12 ആണ്. ഇത് ആറ്റോമിക് നമ്പർ മാസ് നമ്പർ 13 ആണ്. ഇത് 14 ആണ്. അങ്ങനെയാണെങ്കിൽ ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറെൻറ്റും ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? ഐസോടോപ്പ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ഐസോടോപ്പ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ കാർബണിൻ്റെ ഐസോടോപ്പുകളിൽ കുറച്ച് ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത്
C14 എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്. നമ്മൾ ഫോസിൽസിൻ്റെ ഒക്കെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. C13 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയും മെറ്റബോളിക് പ്രോസസ്സിനെ പറ്റിയുള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഐസോട്ടോപ്പുകൾ ഇവിടെ തന്നിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നതാണ് അയഡിൻ 3131. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷനിങ്ങും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസിലൊക്കെയാണ് നമ്മൾ അയഡിൻ 131 യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൊബാൾട്ട് 60 ആണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അയൺ 59 ആണ് അനീമിയ ഡയഗ്നോസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് യുറാനിയം 235 നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം 24 ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസിലെ ലീക്കേജ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോബാർ. ഐസോടോപ്പ് എന്തായിരുന്നു? സെയിം ആറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മാസ് നമ്പർ സെയിം മാസ് നമ്പർ ഡിഫറെൻറ്റ് ആറ്റോമിക് നമ്പർ. അതായത് സെയിം മാസ് നമ്പറും ഡിഫറെൻറ്റ് ആറ്റോമിക് നമ്പറുമാണെങ്കിൽ അതാരാണ്? അത് മറ്റാരുമല്ല, ഐസോബാറാണ്. ശ്രദ്ധിച്ചു നോക്കിക്കേ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം അല്ലേ, 3 പേർക്കും ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആർഗണിൽ 18 പ്രോട്ടോൺ ഉണ്ട്, നമ്മുടെ പൊട്ടാസ്യത്തിൽ 19 പ്രോട്ടോൺ ഉണ്ട്, കാൽസ്യത്തിൽ എത്ര പ്രോട്ടോണാ? 20 പ്രോട്ടോൺ ഉണ്ട്. ഇലക്ട്രോൺ സെയിം ആയിരിക്കും. എത്രയായിരിക്കും? 18 ആയിരിക്കും. കാൽസ്യത്തിൽ 20 ഇലക്ട്രോൺ ആണ്. പിന്നെ എവിടെ ചേഞ്ച് വന്നു? ന്യൂട്രോൺസിൽ ചേഞ്ച് വന്നു. ആർഗണിൽ 22 ന്യൂട്രോൺസ് ആണ്, പൊട്ടാസ്യത്തിൽ 21 ആണ് ന്യൂട്രോൺ, കാൽസ്യത്തിൽ 20 ആണ്. ആറ്റോമിക് നമ്പർ നോക്കുമ്പോൾ 18, 19, 20 ആണ് അല്ലേ? പക്ഷേ മാസ് നമ്പർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, മാസ് നമ്പർ എത്രയാണ് വരുന്നത്? യെസ്, 3 പേർക്കും 40 ആണ് മാസ് നമ്പർ വരുന്നത്. 3 പേർക്കും 40 ആണ് മാസ് നമ്പർ വരുന്നത്. അതായത് മാസ് നമ്പർ സെയിം ആണ്, ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. ഇതാണ് ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറ്റ് ലാസ്റ്റ് ഐസോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ന്യൂട്രോൺ കണ്ടുപിടിക്കാമെന്ന് അറിയാലോ. മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോൺ മൈനസ് ചെയ്താൽ ന്യൂട്രോൺ കിട്ടും. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ ആണെങ്കിൽ അതെന്താണ്? ഐസോട്ടോൺ ആണ്. അപ്പോൾ 3ൻ്റെ കമ്പാരിസൺ മിസ് ഇവിടെ തന്നിട്ടുണ്ട്. ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. ആരാണ് ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്? യെസ്, ഐസോടോപ്പ് ആണെങ്കിൽ ഡിഫറെൻറ്റ് മാസ് നമ്പർ ആണ്, ഐസോബാർ ആണെങ്കിൽ ഡിഫറെൻറ്റ് ആറ്റോമിക് നമ്പർ ആണ്, ഐസോട്ടോൺ ആണെങ്കിൽ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ എന്താ സെയിം ആവുക? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ഐസോബാറിൽ സെയിം മാസ് നമ്പർ ആയിരിക്കും, ഐസോടോപ്പിൽ സെയിം ആറ്റോമിക് നമ്പർ ആയിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് എക്സാമ്പിൾസും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിക്കാനുള്ളത്. ക്ലാസ് ഓക്കെ ആണ്, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സ് ഇതേപോലെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ മിസ് തന്ന ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരൊക്കെ കമൻറ്റ് ചെയ്തു എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ അയച്ചു കൊടുക്കുക. ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. നമ്മൾ മാത്രം പഠിച്ചാൽ പോരെ, നമ്മുടെ ഫ്രണ്ട്സിനും മാർക്സ് കിട്ടണം. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.